വർക്കല നഗരസഭയുടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ചകൾക്ക് ശേഷം കൗൺസിൽ അംഗീകരിച്ചു. BJP, കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റിനോട് വിയോജിപ്പ് അറിയിച്ചു. 2 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി ബജറ്റ് പാസാക്കുകയായിരുന്നു. വർക്കല ക്ഷേത്രത്തിന് സമീപത്തെ സ്വദേശി ദർശൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ CPM, BJP അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് വഴിവെച്ചു. ബജറ്റ് പാസാക്കിയ ശേഷമായിരുന്നു തർക്കം. തുടർന്ന് BJP അംഗങ്ങൾ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ തനി ആവർത്തനമാണ് ഈ ബഡ്ജറ്റെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടും ആവശ്യങ്ങൾ ഗൗരവമായി എടുത്തും നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ചെയർപേഴ്സൺ ഗീതാ ഹേമചന്ദ്രൻ്റെയും വൈസ് ചെയർമാൻ B. സുനിൽകുമാറിൻ്റെയും പ്രതികരണം. നമ്മൾ കാർഷിക മേഖലയിൽ നമ്മുടെ കൗൺസിലർമാർ പലരും പറഞ്ഞു തുക പോരായ്മ അല്ലെങ്കിൽ തുകയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് പറഞ്ഞു. കാരണം 2025-26 ഇവിടെ ഇരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കറിയാം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പല പ്രോജക്റ്റുകളും വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും പല പ്രോജക്റ്റുകളും നടക്കാതെ പോയിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാൻ പറ്റും. ഒന്നാമത് ചില പ്രോജക്റ്റുകൾ ഗുണഭോക്താക്കളില്ലാത്തതും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഏതൊരു മേഖലയിൽ പ്രോജക്റ്റ് വയ്ക്കുമ്പോൾ സർക്കാർ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പ്രോജക്റ്റുകളെ ഉൾപ്പെടുത്താൻ പറ്റൂ. ഇവിടെ വയലെന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വിരളമായ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് പില്ലാന്നോടും കരിനിലക്കൂടും അയൂരാണ് വയലുള്ളത്. അത് പരിശോധിച്ച് അവിടെ കൃഷി ചെയ്യണം എന്ന് സൈത്രോയി പറഞ്ഞത് നല്ല കാര്യമല്ലേ? അതിന് ഭരണപക്ഷത്തിനെതിരാണെന്ന് ഇവിടെ പലരും പറഞ്ഞു കേട്ടു. അത് നല്ല കാര്യമാണ്. അത് നമ്മുടെ പരിഗണനയിലുള്ളതാണ്. അതുപോലെ തന്നെ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെങ്ങ് കൃഷി പരിശോധിക്കുന്നു എന്ന് സൈത്രോയി പറഞ്ഞു. അതിന് പൂർണ്ണമായിട്ടും ഇവിടെ എനിക്കൊന്ന് കൗൺസിലർ എല്ലാവരും അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ ഒരു കൗൺസിലർ നമ്മുടെ റെയിൽവേയിലെ വെള്ളം അവിടുത്തെ കൺസലിന് വേണ്ടി ഇവിടെ നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നു പറഞ്ഞു. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് എതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയർപേഴ്സണും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് അത് ചെയ്യാം.